What's up, guys? Welcome back to another video. ഞാൻ നമ്മുടെ ഒരു ലോങ് വീക്കെൻഡ് കഴിഞ്ഞ് ഉള്ളൊരു ഫസ്റ്റ് ഡേ ആണെന്ന്. ഞാൻ മൊത്തം വീഡിയോൻ്റെ ഫോർമാറ്റൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ രണ്ട് ദിവസം പറഞ്ഞാൽ കഴിഞ്ഞ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും നല്ല ലോസ് ആയിരുന്നു. ഒന്ന് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ അപ്ഡേറ്റ് ചെയ്തിരുന്നു. ഒരു 8K സംതിങ് ലോസും ഒരു 9K, ഒരു 7K സംതിങ് ലോസ്, ഒരു 9K സംതിങ് ലോസും വന്നിരുന്നു. അപ്പോൾ ഞാൻ റീസണൊക്കെ ഒന്ന് നോക്കിയപ്പോൾ മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ ട്രേഡിംഗ് ആണ്. ചുമ്മാ കയറി അങ്ങ് ട്രേഡ് ചെയ്യുക. അപ്പോൾ ഞാൻ മൊത്തം നമ്മുടെ വീഡിയോൻ്റെ ഒരു ഫോർമാറ്റ് ഞാൻ മൊത്തത്തിൽ ചേഞ്ച് ചെയ്തു. ഇതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോസസ്സ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്താ പ്ലാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൽ ഓരോ സ്റ്റെപ്സ് ഉണ്ട്. ഈ ഓരോ സ്റ്റെപ്സും കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ സ്റ്റെപ്പ് 1 ആകുമ്പോൾ സ്റ്റെപ്പ് 1 കംപ്ലീറ്റ് ആവും, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3, ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇതിൽ ഈ എന്താ പറയുക, സ്ക്രീനിൽ തന്നെ ചേഞ്ചസ് വരുത്തിയിട്ട് ആ സ്റ്റെപ്പ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ചില സ്റ്റെപ്പൊന്നും ഞാൻ ഫോളോ ചെയ്യാതെയാണ് ചില ടൈമിൽ ട്രേഡ് എടുക്കുക. സ്റ്റാർട്ടിങ്ങിലൊന്നും കുഴപ്പമില്ല, പക്ഷേ ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദ മന്ത് ആകുമ്പോൾ എന്തൊക്കെയോ ഇതെല്ലാം മറന്നു പോകും. അപ്പോൾ ഇങ്ങനൊരു സെറ്റപ്പ് ആക്കുമ്പോൾ എപ്പോഴും എനിക്ക് അത് ഓർമ്മയിലുണ്ടാവും, ഈ സ്റ്റെപ്പ് ഫോളോ ചെയ്താൽ മതിയല്ലോ ആ ഒരു ഇത്. അപ്പോൾ ഇതിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞത് മാർക്ക് സ്റ്റോപ്പ് ലോസസ് അവൈലബിൾ ഇൻ ദ മാർക്കറ്റ്. സ്റ്റോപ്പ് ലോസും നമ്മുടെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് മാർക്കറ്റിൽ ഇപ്പോൾ OI എവിടെയൊക്കെയാണ് ബിൽഡപ്പ് ആയിട്ടില്ല എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് ചാർട്ടിലെല്ലാം മാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ ചാർട്ടിൽ മാർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് അറിയില്ല എന്തൊക്കെയാണ് സംഭവങ്ങളുള്ളത്. മാർക്കറ്റ് ക്ലോസ് ആയതിൻ്റെ ശേഷം നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഞാൻ ഓൾറെഡി അതൊക്കെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ബാങ്ക് നിഫ്റ്റിയിലാണ്. ബാങ്ക് നിഫ്റ്റിയിൽ ഒരു 48,000 ഒരു നല്ല റെസിസ്റ്റൻസ് ഉണ്ട്. അത് കുറേ മൾട്ടിപ്പിൾ ടൈംസ് അവിടെ ടച്ച് ചെയ്ത് താഴെ വന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ OIയും ബാങ്ക് നിഫ്റ്റിയിലുള്ളത് ഈ 48,000-ലാണ്. കോൾ സൈഡ് OI കൂടുതലുള്ള അവിടെയാണ്. അപ്പോൾ ഇവിടെ അത് മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ SLും അവൈലബിൾ ഉണ്ട്. ഇവിടെ മൾട്ടിപ്പിൾ ടൈംസ് ഇവിടുന്ന് സെല്ല് ചെയ്തപ്പോഴൊക്കെ ഈ ഹൈ ലെവലിൽ സെല്ലേഴ്സിൻ്റെ SL ഇതിൻ്റെ അബവ് ഉണ്ടാവും. പിന്നെ അതുപോലെ ഇത് 15-minute ടൈം ഫ്രെയിമാണ്. കുറച്ച് ആൾക്കാർ SL ഇവിടെ ഉണ്ടാവും, ഇവിടുന്ന് സെല്ല് ചെയ്തവരുന്നുണ്ടാവും. ക്ലോസിങ്ങിൻ്റെ ഏരിയയിൽ ബയേഴ്സിൻ്റെയും സെല്ലേഴ്സിൻ്റെയും ഉണ്ടാവും. OI പുട്ട് സൈഡിൽ കൂടുതലുള്ളത് 47,000-ലാണ്. പിന്നെ ഇവിടുന്ന് ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ പോകുന്നുണ്ട്. ഇപ്പോൾ ട്രെൻഡ് ലൈൻ ബേസ്ഡ് ആണെന്നുണ്ടെങ്കിൽ ബയസ് നമ്മൾ ഡിസൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ട്രെൻഡ് ലൈനിൽ ടച്ച് ചെയ്ത് പോയി ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് ഒരു ലോ ക്രിയേറ്റ് ചെയ്തു, തിരിച്ച് ഒരു റീടെസ്റ്റ് പോലെ വന്നിട്ട് തിരിച്ച് ആ ലോ ഒന്ന് ബ്രേക്ക് ചെയ്ത് റീടെസ്റ്റ് ചെയ്ത പോലെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ മാർക്കറ്റ് എല്ലാവരും കാണിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെല്ല് ചെയ്യാനുള്ളൊരു ഡയറക്ഷനിൽ നിൽക്കാനാണ്. കാരണം ഈ ഹൈന്ന് വന്നു, തിരിച്ച് റീടെസ്റ്റ് വന്നു, തിരിച്ച് ബ്രേക്ക് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ഇവിടുന്ന് കൂടുതൽ ആൾക്കാരും ചിലപ്പോൾ ഈ ഒരു പൊസിഷനൊക്കെ കാണുമ്പോൾ ഈ ഒരു ഇപ്പോൾ ക്ലോസ് ആയൊരു സ്റ്റാൻസ് വരെ എൻഡിങ്ങിൽ പ്രീവിയസ് ഡേയിൽ എൻഡിങ്ങിലെത്തുമ്പോൾ ആൾക്കാർ കൂടുതലും വിചാരിച്ചിട്ടുണ്ടാവുക താഴത്തോട്ടില്ലെന്ന് വെച്ചിട്ട് BTC സെല്ലിംഗ് പൊസിഷനൊക്കെ എടുത്തിട്ട് പോയിട്ടുണ്ടാവും. പക്ഷേ ഇന്ന് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആവാനുള്ള ചാൻസ് ഉണ്ട്. ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആയിട്ട് ചിലപ്പോൾ താഴത്തേക്ക് പോകും. പക്ഷേ ഇവിടുന്ന് സെല്ല് ചെയ്ത ആൾക്കാരൊക്കെ SL അടിക്കാൻ വേണ്ടി മുകളിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. ഒരു ബുള്ളിഷ് ബൈസാണ് ഞാൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നിഫ്റ്റിയിലെല്ലാ OI ഒക്കെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. 21,500-ലാണ് ഏറ്റവും കൂടുതൽ അപ്പ് സൈഡിലേക്കുള്ള OI ഉള്ളത്. പിന്നെ SL ഉള്ളത് ഇവിടെ മുകളിൽ 21,600-ൻ്റെ ഏരിയയിൽ ആൾക്കാരുടെ SL ഉണ്ട്. ഏറ്റവും ടോപ്പിൽ SL ആണ്. പിന്നെ അതുപോലെ കഴിഞ്ഞ ദിവസം ഒരു സ്വിങ് ഉണ്ടാക്കിയതിൻ്റെ ഡേയ്സ് ഹൈൻ്റെ അവിടെ ഒരു SL ഉണ്ട്. പിന്നെ താഴത്തേക്കുള്ള OI എന്ന് പറയുന്നത് ഈ 21,200-ലുണ്ട്, 21,100-ലുണ്ട്, 21,000-ലുണ്ട്. പക്ഷേ ബാങ്ക് നിഫ്റ്റിൻ്റെ OI ഭയങ്കര ഡിഫറെൻ്റ്. ഏറ്റവും കൂടുതലുള്ള 22,000-ലാണ്, പിന്നെയുള്ള 21,500, പിന്നെ പുട്ട് സൈഡിൽ 300, 200, 100 and 21,000.
ഇത് ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെറ്റപ്പിലപ്പോൾ നിൽക്കുന്നത്. പിന്നെ ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ ഇതിലും പോകുന്നുണ്ട്. ബാങ്ക് നിഫ്റ്റീൻ്റെ അതേപോലെ തന്നെ ഒരു ട്രെൻഡ് ലൈൻ ഇവിടെയും പോകുന്നുണ്ട്. ഇതിലത് ബ്രേക്ക് ചെയ്തു, റീടെസ്റ്റ് ചെയ്തു, വന്നു. സെക്കൻഡ് ടൈം തിരിച്ചു പോയി. ഇവിടുന്ന് ഈ നിഫ്റ്റിയിൽ നമ്മൾ ഇവിടെ ഈ വന്ന സംഭവം ഇതുവരെ താഴത്തോട്ട് നല്ല വന്നിട്ടുണ്ട്. ഇവിടുന്ന് കുറച്ച് ബയേഴ്സ് ഉണ്ടാകും. ബയേഴ്സിൻ്റെ സെല്ല് അവിടെ താഴെ ഉണ്ട്. മുകളിൽ നിന്ന് താഴത്തേക്ക് ഇങ്ങോട്ടൊരു ട്രെൻഡ് ലൈൻ പോലെ വരുന്നത്, അതിപ്പോൾ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് ബുള്ളിഷായിട്ടാണ് കാണിക്കുന്നത്, ഇതിൽ കുറച്ച് ബെയറിഷായിട്ടാണ് ആൾക്കാർക്ക് കാണിക്കുന്നത്. രണ്ടും ഇതാണ്. അപ്പോൾ രണ്ടും കോമൺ ആയിട്ട് എപ്പോഴാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഒരു ട്രേഡ് എടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ബയസ് ഒന്നും കൂടി കറക്റ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ അപ്പോഴൊരു ട്രേഡ് എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റെപ്പ് 1 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സ്റ്റെപ്പ് 1 കംപ്ലീറ്റ് ആയപ്പോൾ നമ്മൾ സ്റ്റെപ്പ് 1 എന്ത് ചെയ്യും, ആക്ടിവേറ്റ് ആയി. അപ്പോൾ ഈ സ്റ്റെപ്പ് 1 പറയുന്ന മാർക്ക് സ്റ്റോപ്പ് ലോസസ് അവൈലബിൾ ആൻഡ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഓൺ OI ഒരു ബയസ് കണ്ടുപിടിക്കാനുള്ളതാണ്. ബയസ് ഇപ്പോൾ ട്രാപ്പിംഗ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ബയസാണെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു ബുള്ളിഷ് ബയസാണ്. നിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി ആ ബയസിനെ കൺഫേം ചെയ്യുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. മുകളിലേക്ക് പോകുന്നില്ല തന്നെയാണ് ബയസ് ഉള്ളത്. ഗ്രീൻ സൈഡാണ് ബയസ് ഉള്ളത്. ഓക്കെ, ഇനി സ്റ്റെപ്പ് 2 എന്ന് പറഞ്ഞത് ഫൈൻ മൈ സെറ്റപ്പ്. എൻ്റെ ട്രേഡ് ചെയ്യണ സെറ്റപ്പുകളിൽ അത് കണ്ടുപിടിക്കലാണ്. അത് കണ്ടുപിടിച്ച് കഴിഞ്ഞ് ഞാൻ വരാം. ഓക്കെ, ഞാൻ ഒരു പൊസിഷനിൽ എൻ്റർ ചെയ്തു. എൻ്റെ ഒരു സെറ്റപ്പ് വന്നപ്പോൾ ഞാനൊരു പൊസിഷനിൽ എൻ്റർ ചെയ്തിട്ടുണ്ട്. ഈ ബാങ്ക് നിഫ്റ്റിയിൽ ഡൗൺ സൈഡിൽ കുറേ സെല്ലേഴ്സിനെ അവിടെ ട്രാപ്പ് ചെയ്തിട്ട് തിരിച്ച് മുകളിലേക്ക് പോകുമ്പോൾ ഞാനൊരു 20 മൂവിങ് ആവറേജിൻ്റെ മുകളിൽ പ്രൈസ് വന്നപ്പോൾ ഞാനിവിടെ എൻ്റർ ചെയ്തു. ഒരു 47,400 കോളാണ് എടുത്തത്. 364 ഞാൻ എൻ്റർ ചെയ്തു. 2 ക്വാണ്ടിറ്റി, ആകെ 30 ക്വാണ്ടിറ്റി എൻ്റർ ചെയ്തിട്ടുള്ളൂ. ഇത് ഒന്ന് ട്രെയിൽ ചെയ്യേണ്ടി വരും. ഞാൻ എല്ലാ 50 പോയിന്റിലും ഓരോ ട്രെയിലിങ് ഇത് വെച്ചിട്ടുണ്ട്. ഞാൻ 50 പോയിന്റ് ക്രോസ് ചെയ്തു. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത് കോസ്റ്റ് ആക്കി വെക്കും. രണ്ടും കോസ്റ്റ് ആക്കി വെക്കാനായോ നോക്കട്ടെ. ഇപ്പോൾ 50 പോയിൻ്റ് മുകളിൽ ഇത് ക്രോസ് ചെയ്തിട്ടുണ്ട്. 50 പോയിൻറ്റിൻ്റെ മുകളിൽ ഇത് ഇനി ഒന്നും കൂടി പോവുകയാണെന്നുണ്ടെങ്കിൽ ഞാനിത് ഈ ട്രേഡ് കോസ്റ്റ് ആക്കി വെക്കും. ഇങ്ങോട്ട് കയറ്റി പോകുന്നുണ്ട്. ഞാൻ ഇതിങ്ങോട്ട് കോസ്റ്റ് ആക്കി വെക്കട്ടെ. ഓക്കെ, ഇത്രയാണ് 364 അല്ല. 364ലേക്ക് കോസ്റ്റ് ആക്കി വെച്ചു. 364.5 എടുക്കാം. 364 മോഡിഫൈ എടുത്തു. ഇപ്പോൾ കോസ്റ്റാണ്. ഇനി ഈ ട്രേഡിൽ ഇപ്പോൾ ലോസ് വന്നാലും ലോസ് വരില്ല. കോസ്റ്റ് ആയിട്ടാണ് പേരിക്കണത്. ഇനി ഈ ഒരു 464ൻ്റെ മുകളിൽ പോവുകയാണെങ്കിൽ ഈ സ്റ്റോപ്പ് ലോസ് ഞാൻ 50 പോയിന്റിലേക്ക് കയറ്റി വെക്കും. എവിടെ സാധനം എവിടെ? ഒറ്റ സെക്കൻഡ്. ഇതിൽ മറ്റേ സാധനം കാണാനില്ല. പ്രോഫിറ്റ് ആൻഡ് ലോസ് കാണുന്നില്ല. ഓക്കെ, കുഴപ്പമില്ല. ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കിയാലോ. വരുന്നില്ല. കുഴപ്പമില്ല. ഞാൻ ഈ സാധനം ഒന്ന് ഇപ്പുറത്തോട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ തന്നെയിൽ പുതിയ അക്കൗണ്ട് തുടങ്ങിയ. അപ്പോൾ എന്തായാലും കോസ്റ്റാണ് ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്റ്റോപ്പ് ലോസ് കോസ്റ്റ് ആക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ 100 പോയിൻറ്റിൻ്റെ ഒരു മാർക്കാണ്. എല്ലാ 50 പോയിൻറ്റിലും ഞാൻ ഈ ലൈൻ വരച്ചിട്ടുണ്ട്. ഇതാണ് എൻ്റെ ആക്ച്വൽ ടാർഗറ്റ് എന്ന് പറഞ്ഞത്.
സംഭവം നിഫ്റ്റിയിൽ നല്ലൊരു മൂവ് വന്നിട്ടുണ്ട് കേട്ടോ. നിഫ്റ്റിയിൽ കണ്ടോ ഫുള്ള് ബ്രേക്ക് ഔട്ട് മോഡലാണ്. ഞാൻ അടുത്തത് ഇങ്ങോട്ട് കയറ്റി വെക്കാനുള്ള സെറ്റപ്പിൽ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇത് ഇവിടെ പോകുമ്പോൾ ഇങ്ങോട്ട് കയറ്റി വെക്കും. അത് നമ്മുടെ എന്താണ് സ്റ്റെപ്പ് നമ്പർ. ഇപ്പോൾ നമുക്ക് എൻട്രി കിട്ടി, കറക്റ്റ് സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ട് തന്നെ എൻട്രി ചെയ്ത്. അപ്പോൾ ഇത് നമുക്ക് ടിക്ക് ഇടാം. പിന്നെ എൻട്രി ചെയ്തു, സ്റ്റോപ്പ് ലോസ് ലിമിറ്റ് യൂസ് ചെയ്തിട്ട് തന്നെ എൻട്രി ചെയ്തത്. ഇനി നമ്മുടെ അടുത്തത് പറഞ്ഞിട്ട് ക്വാണ്ടിറ്റി നമ്മൾ സെറ്റ് ചെയ്ത് 30 ക്വാണ്ടിറ്റി തന്നെ ചെയ്തത്. ഇനി ഇത് SL ട്രെയിൽ ചെയ്യാൻ, ട്രെയിലിങ് ഇങ്ങനെ സെറ്റായി വരുന്നുണ്ട് ഇപ്പോൾ. പക്ഷെ ഇതാണ്ട് മൂവ് ചെയ്യുന്നില്ല. മൂവ് ചെയ്യാത്തൊരു പ്രശ്നമാണ്. ഷോർട്ട് കവറിങ് 2 സൈഡിലും വരുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു ഇതുവരെങ്കിലും പോകണം. ഇപ്പോൾ ഈ ബ്രേക്ക് ഔട്ടിൽ കുറേ ആൾക്കാർ ബൈ ചെയ്തിട്ടുണ്ടാവും. അത് സീനാണ്. നോക്കാം എന്തായാലും കോസ്റ്റ് ആണല്ലോ. ഇത് ലോസ് ഇല്ലാത്തതുകൊണ്ട്. പക്ഷെ ഇവിടെ ഈ ലൈനിലൊരു പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ഒരു സാധനം വരും, സാധാരണ വരലുണ്ടായിരുന്നു. അപ്പോൾ കാണാമല്ല, എന്താ കാണാത്ത അറിയില്ല. ഇവിടെ എത്ര പ്രോഫിറ്റ് ആൻഡ് ലോസ് എത്രയെന്ന് കാണിക്കുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. അക്കൗണ്ട് മാനേജറിൽ ഉണ്ടാകും ചിലപ്പോൾ. ഇവിടെ അക്കൗണ്ട് മാനേജറുണ്ട്. $415 അടുത്തത്. നിഫ്റ്റി നല്ല മൂവ് ചെയ്യുന്നുണ്ട് കേട്ടോ. നിഫ്റ്റി നല്ല പോക്ക് പോകുന്നുണ്ട്. ബാങ്ക് നിഫ്റ്റി ഇവിടെ സ്റ്റക്കായി നിൽക്കുക. ഓക്കെ, ഇതുണ്ടാവും. നിഫ്റ്റി ഓൾറെഡി നല്ല മൂവ് തന്നുകൊണ്ടിരിക്കുകയാണ്. ബാങ്ക് നിഫ്റ്റി കൊണ്ട് മൂവ് ചെയ്യുന്നില്ല. നിഫ്റ്റി ഈ ഒരു ഹൈ ഇവിടെ നിഫ്റ്റി ഓൾറെഡി ബ്രേക്ക് ചെയ്തു. ഇവിടെ പക്ഷേ ബ്രേക്ക് ആയിട്ടില്ല. നിഫ്റ്റിയിൽ കുറച്ച് സ്ലോ ആണ്. പക്ഷേ ഈ കൺസോളിഡേഷൻ നല്ലതാണ്. ഇവിടെയൊക്കെ ആൾക്കാർ സെല്ല് ചെയ്യാൻ നോക്കുമ്പോൾ ഇവരൊക്കെ SL ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് പിന്നെയും കിട്ടും. നല്ല വെയിറ്റ് ചെയ്യാം.
ബാങ്ക് നിഫ്റ്റി ഭയങ്കര ഒരു കൺസോളിഡേഷൻ പോലെ തോന്നുന്നു കേട്ടോ. കാരണം ഉണ്ടോ, ഇവിടെ കുറേ നേരം കൺസോളിഡേറ്റ് ചെയ്ത് താഴത്തേക്ക് ബ്രേക്ക് ചെയ്തു, സെല്ലേഴ്സിനെ ട്രാപ്പ് ചെയ്തു, മോൾക്ക് പോയി. ഇപ്പോൾ ഇവിടെ കുറേ നേരം പിന്നെയും ആൾക്കാരോട് ഇവിടുന്ന് ഈ ഒരു ഹൈയിൽ നിന്ന് സെല്ല് ചെയ്യാൻ പറഞ്ഞ പോലെ തോന്നുന്നു. പക്ഷെ ഇവിടുന്ന് ബൈ ചെയ്തവരും ഉണ്ടാവും. ബൈ ചെയ്തവർ ഈ കൺസോളിഡേഷൻ കാണുമ്പോൾ എക്സിറ്റ് ആവും. ഈ ഒരു സൈഡ് വൈസ് ആകുമ്പോൾ ഇനി താഴത്തോട്ടനെയാണ് വിചാരിച്ചിട്ട് എക്സിറ്റ് ആവും കുറേ ആൾക്കാർ. അപ്പോൾ പിന്നെയും തിരിച്ച് മുകളിലോട്ട് തന്നെ പോകും. എന്തായാലും നോക്കാം. നമുക്കിതിൽ ഇതൊരു റിസ്ക് ഫ്രീ ട്രേഡായി. ഇപ്പം എന്തായാലും ഇത് ഇതാണ് പറ്റാത്തത്. കറക്റ്റ് ഡയറക്ഷൻ പ്രെഡിക്റ്റ് ചെയ്തിട്ടും ഇത് നമ്മുടെ ഡയറക്ഷനിൽ പോകണില്ല പറഞ്ഞു കഴിഞ്ഞാൽ കണ്ട താഴത്തോട്ട് തന്നെ ഉണ്ടാവും. ഓക്കെ, ഓക്കെ SL അടിച്ചോ. ഒന്നും ചെയ്യാല്ല അതണ്ട, ഒരു പ്രോപ്പർ ടാർഗറ്റ് തരുന്നില്ല. ഇവിടുന്ന് ഇപ്പോൾ SL അടിച്ചതിൻ്റെ ശേഷം പോകുന്ന നോക്കി. നോക്കട്ടെ, വേറെ എന്തെങ്കിലും ഒരു നല്ല സെറ്റപ്പ് വരികയാണെന്നുണ്ടെങ്കിൽ ഒരൊറ്റ ഒരു ട്രേഡും കൂടി എൻ്റർ ചെയ്യാം. വീണ്ടും എൻ്റർ ചെയ്തു. ഈ 20 EMIൻ്റെ മുകളിൽ പോയപ്പോൾ ഞാൻ പിന്നെ എൻ്റർ ചെയ്തത്. ഓ മാൻ, പോണ പോക്കുണ്ടോ. അതിൻ്റെ കഴിഞ്ഞ ട്രേഡിൽ SL അടിച്ചതിൻ്റെ ശേഷം ഈ പോകുന്നത് കേട്ടോ. കഴിഞ്ഞ ട്രേഡിൽ SL അടിച്ചതിൻ്റെ ശേഷമാണ് ഈ പോണത്. മോനെ ആ SL അടിക്കാൻ വേണ്ടി വന്ന പോലെ അതുണ്ടോ. കറക്റ്റ് ഇവിടെ SL വെച്ചത്, അത് അടിച്ചതിൻ്റെ ശേഷം ഇത് തിരിച്ച് മോൾക്ക് പോയി. ആൾക്കാരെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇത് ചില ടൈമിൽ ആൾക്കാർക്ക് തോന്നുമല്ലോ ഇങ്ങനെ നമ്മുടെ SL അടിക്കാൻ വേണ്ടിയിട്ടാണ് മാർക്കറ്റ് വരുന്നതെന്നൊക്കെ. അത് വെറുതെ ഒന്നല്ല. എക്സാക്ട്ലി ഞാൻ ഇവിടെ SL വെച്ച കറക്റ്റ് അത് അടിച്ചിട്ടാണ് ഇപ്പോൾ ഇത് മോൾക്ക് പോയത്. ഒരു 1400 സംതിങ് പ്രോഫിറ്റ് ഉണ്ട്. ഇത്ര പോകും നോക്കാം. നമുക്ക് എന്തായാലും ട്രയൽ ചെയ്യാം. ഇതിപ്പോൾ എത്രയും 120 അല്ല, ഒരു 150 ആക്കാം. 150 ആക്കി കഴിഞ്ഞാൽ എനിക്ക് അവിടെ നിന്ന് അങ്ങോട്ട് ട്രയൽ ചെയ്യാം. 50 പോയിൻ്റ് വെച്ച് ട്രയൽ ചെയ്യാൻ സുഖമായിരുന്നു. എന്താ അവസ്ഥ? ഷോർട്ട് കവറിങ് അല്ലേ? ആ ഷോർട്ട് കവറിങ് ആണ്. നല്ല രീതിയിൽ ഷോർട്ട് കവറിങ് വരുന്നുണ്ട്. ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ അടിയത്തെ ഈ സിങ്ങില്ലേ, ഇതാണ് ഇവിടുത്തെ ടാർഗറ്റ്. 2 ആണ് ടാർഗറ്റ്. ഇതിവിടെ എത്തുമ്പോൾ നൈസിൽ SL എവിടെയുള്ള SL അതിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യാം. EMI ഇനി ആവശ്യമില്ല നമുക്ക്. EMI എന്തിനാ യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പലപ്പോഴും നമുക്കിങ്ങനെ ട്രാപ്പ് ട്രേഡിങ്ങിൻ്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ആൾ ട്രാപ്പായി എന്നറിയാം, പക്ഷെ നമുക്ക് ഇവിടുന്ന് എൻ്റർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എൻട്രി മിസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമുക്ക് എൻ്റർ ചെയ്യാനുള്ള ഒരു ഡയറക്ഷൻ തന്നെയാണ് ഈ 20 EMI എടുക്കുക. 20 EMIൻ്റെ മുകളിൽ ഏതെങ്കിലും ഒരു ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. പലപ്പോഴും ഇവിടെ ട്രാപ്പായെന്ന് വെച്ചിട്ട് നമുക്ക് ഇവിടെ തന്നെ കിട്ടില്ല. ഇതിങ്ങനെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉപകാരം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ ഇപ്പോൾ മാർക്കറ്റ് വിടുന്നത് പിന്നെയും താഴത്തേക്ക് വരാനൊരു പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ 20 മൂവിങ് ആവറേജിനെ ഇങ്ങനെ ഒരു ഗ്രീൻ ക്യാൻഡിൽ മുകളിൽ ക്ലോസ് ചെയ്യില്ല മോസ്റ്റ് ഓഫ് ദ ടൈം. അപ്പോഴില്ല, മോസ്റ്റ് ഓഫ് ദ ടൈം. ഇതിൽ വേറെ കാര്യം കൂടി നോക്കാനുണ്ട്. ഈ ഒരു ഹൈ ഇപ്പോൾ ഇത് ക്രിയേറ്റ് ചെയ്തതല്ലേ, ഇതിൻ്റെ 2 പോയിൻറ്റും കൂടി നമുക്ക് നോക്കണം. ഇതിൻ്റെ 2 പറഞ്ഞത് ഇതുവരെയാണ്, 2.6 പറഞ്ഞത് ഈ ഒരു ലെവൽ വരെയാണ്.
അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ട്രയൽ ചെയ്യാൻ ടൈമായി. ഇത് എത്ര 250 524 അല്ലേ? ഓക്കെ 524. ബാക്കിയുള്ള ലെവൽസൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്യില്ല, ഭയങ്കര ഡിസ്ട്രാക്ഷൻ പറയാം. ഞാനിനി ചെയ്യാൻ പോണത് ഇവിടെ നിന്ന് ഒരു 50 പോയിൻ്റ് പിടിക്കണം. 50 ടച്ച്. ഓക്കെ, ഈ 50 പോയിൻറ്റിലേക്ക് ഞാൻ SL കയറ്റി വെക്കുകയാണ്. 435 എനിക്ക് ഞാൻ SL മോഡിഫൈ ചെയ്തു. ഓക്കെ, മോഡിഫൈ ചെയ്ത് 435ക്ക് ഫെയിൽ ടു മോഡിഫൈ ഓർഡർ എന്താ 435 മോഡിഫൈ വരുന്നില്ലേ ഉണ്ടോ? ഓക്കെ, കുഴപ്പമില്ല. അല്ല, അങ്ങനെ വരാൻ പാടില്ലല്ലോ. ഞാൻ തന്നെ എടുത്തു, എം സ്റ്റോക്കിനെ ഞാൻ വിട്ടു. പക്ഷേ തന്നെ എനിക്കത് സെറ്റായിട്ടില്ല. കുറേ കാലം മറ്റേത് യൂസ് ചെയ്തിട്ടേ ഇപ്പോൾ ഉണ്ടോ 100 പോയിൻറ്റിൻ്റെ മുകളിൽ പോയി. ഇത് 100 പോയിൻറ്റിൻ്റെ മുകളിലേക്ക് പോയിട്ടുണ്ട്. 50 പോയിൻറ്റിൽ SL വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. എന്നിട്ട് 435 മോഡിഫൈ ഫെയിലാവുന്നു. ആർക്കെങ്കിലും അറിയാമോ? 435 ഫെയിലാവുന്നുണ്ടല്ലോ. ഇവിടെ 435 അല്ല. ഞാൻ ഇതിലൊന്ന് കയറിയിട്ട് ഇതാക്കി നോക്കട്ടെ. ഓർഡേഴ്സിൽ എഡിറ്റ് 435.5 435. ഓക്കെ 435. ഓക്കെ, എൻ്റെ മുളക്ക് പോകുന്നുണ്ടല്ലോ. പോട്ടെ പോയിക്കോളൂ, കുഴപ്പമില്ല. 535 ആണ് അടുത്തത്. 535.5 535. ഇതിൻ്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ 530 കറക്റ്റ് അവിടെ എത്തിയല്ലേ. 535ൻ്റെ മുകളിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ 535 ഞാൻ SL ഇതാക്കാൻ പോവാണ്. മൂവ് ഉണ്ടോ? എന്താ മൂവ്? ഇപ്പോൾ അറൗണ്ട് 3500 ഒക്കെ ഇതിവിടെ പ്രോഫിറ്റ് ഇവിടെ കാണുന്നുണ്ടല്ലോ അല്ലേ? ഇപ്പോൾ വന്നു. ഇതിൻ്റെ ഉള്ളിലത്തെ എന്തോ ഒരു ചെറിയൊരു പ്രശ്നമാണെന്ന് തോന്നുന്നു. നമുക്കിതിനെ കുറച്ചും ഇങ്ങോട്ട് കയറ്റി വെക്കാം, 100 പോയിൻറ്റിലോട്ട് കയറ്റി വെക്കാം. അതാവും നല്ലത്. 100 പോയിൻറ്റിൽ കയറ്റി വെച്ച് അടിക്കുമോ? ടാർഗറ്റ് ഓൾമോസ്റ്റ് അച്ചീവ് ആയിക്കണ്. വേണ്ട, 535 തന്നെ വെക്കാം. 535 ഞാൻ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പുറത്തെ സ്ക്രീനിൽ ഞാൻ 535 സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുന്ന് മോൾക്കുള്ള ഒരു പോസിബിലിറ്റിയും കൂടി ഉണ്ടല്ലോ. നമുക്ക് ഒരു 50 പോയിൻ്റ് കൂടി അവിടെ വരച്ച് വെക്കാം. ഓക്കെ, 535ൻ്റെ മുകളിൽ പോകുമ്പോൾ 535 വേണ്ട, നമുക്ക് ഇതിൽ വെക്കാം. 485.5 485. ടു പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ടാർഗറ്റ് 2 പോയിന്റിൽ എത്തിയിട്ടുണ്ട് ഓൾറെഡി.
എന്തായാലും ഇത് 485 റിജക്റ്റഡ് ആണ്. എൻ്റെ മോനോ, മാർക്കറ്റിൽ എക്സിറ്റ് ആവേണ്ടി വരുമോ? 535 ഇൻവാലിഡ് പ്രൈസാ. ഇവരെന്താ കളിക്കുന്നവർ? 535.5 535 സെല്ല് 535 SL വെച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് SL വന്നിട്ടുണ്ട്. $4,000 സംതിങ് ഇപ്പോൾ പ്രോഫിറ്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അടുത്തത് 585 585.5 മുകളിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ 585 SL വെക്കും. പോകും തോന്നണില്ല. എൻ്റെ മുന്നേ അത് അടിച്ചു. ഓക്കെ. അപ്പോൾ അതിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി. ഓൾമോസ്റ്റ് എത്ര പോയിൻ്റാണെന്നറിയോ? 150 പോയിൻ്റാണ് കിട്ടിയത്. ഫസ്റ്റ് ഇവിടെ എൻ്റർ ചെയ്തു. അത് 25 പോയിൻ്റ് SL വെച്ചിരുന്നെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇവിടുന്ന് ആൾക്കാരെ ബൈ ചെയ്യിപ്പിച്ചു. ഫസ്റ്റ് ഒരു ട്രാപ്പ് ചെയ്തു. എന്നിട്ട് അവരെ ഇവിടുന്ന് ബൈ ചെയ്തവരൊക്കെ SL ഇവിടെ അടിച്ചു. ഞാനിവിടെ കോസ്റ്റ് വെച്ച് എൻ്റെ SL വരെ അടിച്ചു. 25 ആയിരുന്നെങ്കിൽ പിന്നെ നമുക്ക് കുറച്ചുകൂടി കിട്ടിയിരുന്നു. അത് അടിച്ചു. രണ്ടാമത് പിന്നെയും കയറി വന്നപ്പോൾ ഞാൻ എന്ത് കിട്ടി, എന്തായാലും നമ്മുടെ അനാലിസിസ് ഇവിടെ സെല്ലേഴ്സിനെ ട്രാപ്പ് ചെയ്തിട്ടുണ്ടല്ലോ, അവരെ മുഴുവനായിട്ടൊന്നും എക്സിറ്റ് ചെയ്തിട്ടില്ല. മുകളിൽ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഈ 20 EMIൻ്റെ മുകളിൽ ഇവിടെ SL അടിച്ചതിന് ശേഷം 20 EMIൻ്റെ മുകളിലൊന്നും ഇങ്ങനെ സസ്റ്റെയിൻ ആയപ്പോൾ ഞാൻ ഇവിടെ എൻ്റർ ചെയ്തു. എനിക്ക് ആവറേജ് പ്രൈസ് ഞാൻ ഇതിൻ്റെ മുന്നേ ഇവിടെ എടുത്തുകൊണ്ട് എനിക്ക് ഇവിടെ ആവറേജ് പ്രൈസ് കിട്ടിയത്. അതാണ് 385 ഞാൻ ഇവിടെ കൊടുത്തത്. 385 കിട്ടി. പിന്നെ നേരെ ഒരു മൂവ് ആയിരുന്നു. പിന്നെ 50 പോയിൻ്റ് വെച്ച് SL ഇങ്ങോട്ട് ടാർഗറ്റ് വെച്ചു. പിന്നെ ഇങ്ങോട്ട് കയറ്റി വെച്ചു. പിന്നെ ഇവിടുന്ന് മുകളിലേക്ക് പോയപ്പോൾ നമ്മൾ 2.6ൻ്റെ അടുത്ത് എത്തിയല്ലോ. അപ്പോൾ ഞാൻ എന്തായാലും ഈ ടാർഗറ്റ് ഞാൻ ഇവിടെ തന്നെ വെച്ചു. ഇനിയിപ്പോൾ ഇവിടുന്ന് തിരിച്ചു പോകുന്നുണ്ട്. ഇനിയിപ്പോൾ നോക്കിയിട്ട് കാര്യമില്ല. എന്തായാലും ഒരു നല്ല ട്രേഡ് എന്നിട്ട് ടോട്ടൽ പ്രോഫിറ്റ് ഇന്നത്തെ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇതിൻ്റെ മുന്നേ ഞാൻ അറിയാതെ ഒരു പുട്ട് എടുത്തു പോയി. ഞാൻ കോളം പുട്ട് സൈഡിൽ വെച്ചിരുന്നു. അറിയാതെ ഇതിൽ നമ്മൾ 2 സെലക്ട് ചെയ്ത് ഇവിടെ ഒരു മറ്റേ സ്കാൽപ്പറിൻ്റെ ഒരു സാധനം വരും. ഇത് വരുമ്പോൾ ഇതിലേതാന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ ഈ ബൈ കൊടുത്തതിൽ മറ്റേ പുട്ട് കയറിയതിൽ എന്താ പറയുക, അതിൽ ഒരു 70 പെട്ടെന്ന് മനസ്സിലായി പുട്ടിലാണ് ഞാൻ എൻ്റർ ആയത്. അപ്പോൾ തന്നെ ഞാൻ പ്രോഫിറ്റ് കണ്ടപ്പോൾ തന്നെ ഞാൻ എക്സിറ്റ് ചെയ്തു. കോളിൽ ഇപ്പോൾ എൻ്റർ ചെയ്ത കോളിൽ ഒരു 150 പോയിൻ്റ് കിട്ടിയിട്ടുണ്ട്. 3000 രണ്ട് പ്രാവശ്യം നമ്മൾ എൻ്റർ ചെയ്തില്ല. അതുകൊണ്ടാണ് 60 ഇത് കാണിക്കുന്നത്. 30 ക്വാണ്ടിറ്റി യൂസ് ചെയ്തു. 3,856 റുപ്പീസ്. ടോട്ടൽ 3,927 റുപ്പീസ് പ്രോഫിറ്റ് കിട്ടിയിരുന്നത്. SL നമ്മൾ ട്രെയിൽ ചെയ്തു. ഇപ്പോൾ നമ്മുടെ സ്റ്റെപ്പിൽ നോക്കുമ്പോൾ നമ്മൾ SL ട്രെയിൽ ചെയ്തു. എക്സിറ്റ് 2.5 നമ്മൾ എൻ്ററും ചെയ്തു. നമ്മൾ ഇന്നത്തെ ഫുൾ ടാസ്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ GG ബോയ്സ്.